പണിയില്ലേ മോനെ? ഇല്ല. എവിടെ പോണ്? അമ്മയ്ക്ക് തീരെ വയ്യ മോനെ. ഇന്നലെ രാത്രി കണ്ണിന്റെ പോളടച്ചിട്ടില്ല, ശരീരം മൊത്തം വേദന. ആശുപത്രിയിൽ ഒന്ന് കൊണ്ടാക്കി തരുമോ? എനിക്ക് നേരില്ലമ്മേ, സൈറ്റുകളിൽ പോവാനുണ്ട്. അമ്മ വേണമെങ്കിൽ ഓട്ടോറിക്ഷ വിളിച്ചു പോ. വേണ്ട, ഞാൻ ബസ്സിന് പോക്കോണ്ട്. അമ്മ നേരില്ലാണ്ടാണ് സൈറ്റുകളിൽ പോണ്ടേ. അമ്മക്ക് ഞാൻ ഓട്ടോറിക്ഷ കാശ് തരാം, ഓട്ടോറിക്ഷ വിളിച്ച് പോവോ? വേണ്ട മോനെ, എനിക്ക് ഓട്ടോ കാശൊന്നും വേണ്ട, ഞാൻ ബസ്സിന് പോക്കോണ്ട്. അമ്മേ ഞാൻ പോവുകയാണേ. വൈകിട്ട് വീട്ടിലെത്താൻ നേരം വൈകൂട്ടാ. അമ്മ എവിടെ പോണ്? ആശുപത്രി വരെ പോണു മോനെ. മോനാണല്ലോ അത്. ഒരു കാര്യം ചെയ്യമ്മ, ഞാൻ കൊണ്ടുവന്നാക്കി തരുന്ന. വേണ്ട, ഞാൻ ബസ്സിന് പോക്കോണ്ട്. ഞാനാ വഴിക്കണമ്മേ, എന്നൊരു മോനെ പോലെ കരുതിയാ മതി. ആ വഴിക്കണ, എന്നാ ഞാൻ വരാം. അപ്പൊ എന്തേ മോൻ കൊണ്ടുപോഞ്ഞത്? അവന് കുറച്ച് ജോലി തിരക്കുണ്ടെന്ന് തോന്നണ, അല്ലെങ്കിൽ അവൻ കൊണ്ടുപോയേനെ. അവന് ഓട്ടോറിക്ഷയ്ക്ക് പൊക്കോളാൻ പറഞ്ഞതാ, ഞാൻ പോവാണ്ടാണ്. എന്താ മോനെ നിർത്തിയത്? ആശുപത്രി എത്തിയാ? ഇല്ലമ്മ, എൻ്റെ ഒരു കൂട്ടുകാരനെ കണ്ട് നിർത്തിയാണ്. അമ്മ ഇറങ്ങി നടക്കണ മോനെ? ഞാനവിടെ ഇറക്കി തരാട്ടാ, ഞാൻ ആ വഴിക്ക് തന്നെയാണ് പോണത്. ആശുപത്രിയിൽ ഉള്ളിക്ക് കയറ്റണ്ട, ഞാനിവിടെ ഇറങ്ങിക്കൊണ്ട്. ആ ശരി, എന്നാ പോട്ടെ. വളരെ ഉപകാരം. കാര്യമില്ല. ശരിട്ടാ. വെള്ളക്കെട്ടേ കൂടിയിരിക്കുകയാണ്, ജനങ്ങളൊക്കെ പ്രശ്നത്തിൽ തന്നെയാ. പ്രതീക്ഷിക്കാത്ത കാലാവസ്ഥാ വ്യതിയാനമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. മഴക്കാലത്ത് വെയിലും വേനൽക്കാലത്ത് മഴയും വരും. അതാണ് പ്രശ്നം. അപ്പോൾ നമുക്ക് പിന്നെ കാണാം. സാറേ ഫയൽ ഞാൻ അവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. സാറ് വരുമ്പോൾ ഞാൻ ഒപ്പിടിച്ച് വയ്ക്കാം. അപ്പോൾ ഞാൻ വിളിക്കാം, അപ്പോൾ വന്നാൽ മതി. ഓക്കെ, അന്നേരം വിളിച്ചാൽ മതി. ഓക്കെ. സന്തോഷേ, എന്റെ വീടിന്റെ പേപ്പറൊക്കെ ശരിയായിട്ടാ. താങ്ക്സ് ലെറ്ററാ. ഹലോ സുഹൃത്തെ, ഒരു മിനിറ്റ് ഒന്നിങ്ങ് വരൂ. എന്താ കാര്യം? ഒരു മിനിറ്റ് ഒന്ന് സംസാരിക്കണം. തിരക്കിലാണോ? കുറച്ച് തിരക്കിലാണ്. ഞാൻ പഞ്ചായത്തിലേക്ക് വന്നതായിരുന്നു. സ്വന്തം കാര്യമാണോ? അല്ലല്ല, എൻ്റെ ഒരു കൂട്ടുകാരൻ്റെ അച്ഛന് വയസ്സായതുകൊണ്ട് ഞാൻ ആളുടെ കൂടെ വന്നതാണ്. നിങ്ങളെനിക്കറിയാം, പക്ഷെ നിങ്ങളുടെ അമ്മനെ എനിക്കറിയില്ലായിരുന്നു. പോകല്ലേ? പോവാം. എൻ്റെ നമ്പറില്ലേ വിളിച്ചാൽ അന്ന നമ്പർ അല്ലേ? ഇപ്പൊ എവിടെ പോണ്? ദേ ഒന്ന് കോടതി വരെ. എന്താ കാര്യം? ആൾക്ക് ഏജായില്ലേ, ആളൊന്ന് സഹായിക്കാനായിട്ട്. ഒരു കാര്യം, ജസ്റ്റ് മിനിറ്റ്, ഇപ്പൊ വരാം. എടാ, എന്റെ ബ്ലഡിന്റെ കാര്യം ശരിയാക്കിയത് ഇവനാണ്, സന്തോഷ്. എന്തൊക്കെ പറഞ്ഞാലും ശരി, അവനാളൊരു സംഭവം കേട്ടാ. നിങ്ങളൊരു പരോപകാരിയാണെന്ന് എനിക്കറിയാം, പക്ഷേ ചുറ്റുമുള്ളവരുടെ ബുദ്ധിമുട്ടിൽ സഹായിക്കുമ്പോഴും ഓർക്കുക, സ്വന്തം കുടുംബവും മാതാപിതാക്കളും അതിനേക്കാൾ വലിയ വിഷമത്തിലാണ്. പരസഹായത്തിനൊപ്പം ചില സ്വയം സഹായങ്ങളും ചെയ്തുകൂടെ? അച്ഛനാണു ദൈവമെന്ന് അമ്മയാ